الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إنما أموالكم وأولادكم فتنة والله عنده أجر عظيم അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള സന്താനങ്ങളെ സംബന്ധിച്ച വിഷയമാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയത്. അവരെ നല്ലവരായി വാർത്തെടുക്കുന്നിടത്ത് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു. അവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞ വിഷയമാണ് മക്കൾക്ക് തർബിയത്ത് നൽകുന്ന രക്ഷിതാക്കളായി മാറണം. നന്മയുടെ വഴിയിൽ മക്കൾക്ക് വഴി തെളിയിക്കാൻ പറ്റുന്ന രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വിവരിച്ചു. അതിലേറ്റവും പ്രധാനമാണ് മക്കൾക്ക് ദീന് പഠിപ്പിക്കുക. മതം എന്താണെന്നറിയുന്ന മക്കളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മതമറിയാത്ത മക്കൾ വളരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. മതം വേണ്ട എന്ന് പറയുന്നവർ, ലിബറലിസം പ്രചരിപ്പിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വളരുന്നിടത്ത് അവർ അവരുടേതായ പണിയെടുത്ത് നമ്മുടെ മക്കളെ വഴികേടിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുമ്പോൾ നന്മയുടെ വാതിൽ മക്കൾക്ക് വേണ്ടി രക്ഷിതാക്കൾ തുറന്നു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനമായൊരു മേഖലയാണ് മതപഠനം എന്നുള്ളത്. മതവിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത് ഇന്ന് ആളുകൾക്ക് തീരെ താല്പര്യമില്ലാതെയായിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതിൻ്റെ ഒരു ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല. നമ്മളെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ദീനിനെക്കുറിച്ചുള്ള അറിവിന്ന് മക്കൾക്കില്ല എന്നതിൻ്റെ അടയാളം സഹോദരങ്ങളെ ഭൂരിപക്ഷ മക്കളിലും നമ്മൾ കണ്ടുവരുന്ന കാഴ്ചകളാണ്. വളർന്നു വരുന്ന തലമുറയെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച്
അവരിൽ ഒരുപാട് പോസിറ്റീവായി നാട്ടിന് ഉപകാരമുള്ള ഒരുപാട് സംഭവങ്ങൾ ഇന്ന് നിലവിലുണ്ട്. മൊത്തത്തിൽ മക്കളെ മുഴുവനും ആ രൂപത്തിൽ ആക്ഷേപിക്കുക എന്നാരും കരുതരുത്. പക്ഷേ നമ്മുടെ മക്കൾക്ക് ഏറ്റവും പ്രധാനമായി കിട്ടേണ്ടതാണ് ദീനിനെ സംബന്ധിച്ചുള്ള ബോധവും അറിവും. പരിശുദ്ധ ഖുർആൻ മനുഷ്യനോട് ഉണർത്തിയത് ദുനിയാവിലെ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തുമൊക്കെ ഒരു അലങ്കാരമാണ് എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ 18-ാമത്തെ അധ്യായത്തിൻ്റെ 46-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തദ് ദുനിയാ. അൽ മാലു വൽ ബനൂൻ, സ്വത്തും സന്താനങ്ങളും അതെന്താണ്? സീനത്തുൽ ഹയാത്തി ദുനിയാ. സീനത്തുൻ, അതൊരു അലങ്കാരമാണ്. അൽ ഹയാത്തി ദുനിയാ, ഈ ദുനിയാവിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനമായി നമ്മുടെ മക്കൾ മാറി എന്നുള്ളതാണ്. ദുനിയാവിൽ ജീവിക്കുന്നിടത്ത് ഏറ്റവും പ്രധാനമായി മക്കൾ, അതേപോലെ നമ്മുടെ സമ്പത്ത്, ഇതൊക്കെ ദുനിയാവിലെ അലങ്കാരങ്ങളാണ്. നമ്മുടെ കണ്ണിന് ഒരലങ്കാരമായി അള്ളാഹു നൽകിയതാണ് നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളുമൊക്കെ. ആ മക്കളുടെ ഒരു പരീക്ഷണമാണെന്ന് പരിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പഠിപ്പിക്കുന്നത് കാണാം. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വചനം അതാണ്. 64-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹു പറഞ്ഞത് ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. ഇന്നമാ അംവാലുക്കും, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും എന്താണ്? ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്നത്തുൻ, അത് ഫിത്നയാണ്, നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. വല്ലാഹു ഇൻദഹു, തീർച്ചയായും അല്ലാഹു, ആ റബ്ബിൻ്റെ പ്രത്യേകത എന്താണ്? റബ്ബിൻ്റെ അടുക്കലാണ് അജ്റുൻ അലീം, മഹത്തായ പ്രതിഫലമുള്ളത്. അള്ളാഹുവിൻ്റെ അടുക്കലാണ് നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുള്ളത്. ദുനിയാവിൽ നിങ്ങളുടെ മക്കൾ ദുനിയാവിൽ നിങ്ങൾക്കൊരു പ്രതിഫലം തരുമെന്ന പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. ആ മക്കളും ആ സന്താനങ്ങളെയും നിങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ മഹത്തായ പ്രതിഫലം അല്ലാഹു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. നിങ്ങളുടെ സന്താനങ്ങളെ, നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ റബ്ബിൻ്റെ മാർഗത്തിലാണ് വിനിയോഗിക്കുന്നതെങ്കിൽ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം അത് വിശാലമാണ്. ആ പ്രതിഫലം ഏതൊക്കെ രൂപത്തിൽ ലഭിക്കും? നല്ല മക്കളെ വാർത്തെടുക്കാൻ കഴിഞ്ഞാൽ മനുഷ്യന് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു നിഅമത്താണ്. പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചല്ലോ, ഒരു സ്വാലിഹായ സന്താനം മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, എൻ്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയ എൻ്റെ മാതാപിതാക്കൾക്ക് നിന്റെ കാരുണ്യം നീ നൽകണേ അല്ലാ, നിന്റെ കരുണ നീ നൽകണേ അല്ലാ എന്നൊരു കുട്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം സ്വന്തം ഉമ്മാക്കും വാപ്പാക്കും ലഭിക്കാൻ വേണ്ടി ഒരു സ്വാലിഹായ സന്താനം ദുആ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം ഹദീസുകളിൽ കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ആദമിൻ്റെ മകൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 കാര്യങ്ങളല്ലാതെ അവൻ്റെ ഖബറിലേക്ക് ലഭിക്കുകയില്ല. 3 കാര്യങ്ങൾ മുറിയാതെ അവൻ്റെ ആഖിറത്തിലേക്ക് അതിൻ്റെ ഉപകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഒന്നാമതായി പറഞ്ഞത് ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ, നിലനിൽക്കുന്ന സ്വദഖ, പള്ളികൾക്ക് വേണ്ടി, മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി, ദഅവത്തിനു വേണ്ടി, ദുനിയാവിൽ നന്മകൾക്ക് വേണ്ടി ചെലവഴിച്ച ജാരിയായ സ്വദഖകൾ, നിലനിൽക്കുന്ന സ്വദഖകൾ ഉമ്മയുടെയും വാപ്പയുടെയും ഖബറിലേക്ക് ലഭിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഔ ഇൽമിൻ യുംതഫഉ ബിഹി, അതേ ഉപകാരപ്രദമായ അറിവ്, അത് നമ്മൾ നേടിയെടുക്കുക, അതോടൊപ്പം നമ്മുടെ മക്കൾക്കും നമ്മൾ കൈമാറുക. ഉപകാരപ്രദമായ അറിവെന്താണ് സഹോദരങ്ങളെ? അത് ഖുർആനും സുന്നത്തും അറിയലാണ്, പഠിക്കലാണ്. പരിശുദ്ധ ഖുർആനിനെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുന്ന നല്ല അവസരങ്ങൾ ഉണ്ടായിട്ട്
അതിൽ നിന്ന് മാറിപ്പോകുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ നിങ്ങൾ മക്കളെ ദീന് പഠിച്ചു കഴിഞ്ഞാൽ മക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം എണ്ണിയത്. ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. സ്വാലിഹായ സന്താനത്തിൻ്റെ പ്രാർത്ഥന. സ്വാലിഹായ സന്താനത്തിൻ്റെ പ്രാർത്ഥന നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പുണ്യം ലഭിച്ചു കൊണ്ടിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ട് കാലും തളർന്ന് സഹോദരങ്ങളെ ഭൂമിയിലേക്ക് നിലംപതിക്കുന്ന അന്ന് നമ്മുടെ മയ്യത്തിൻ്റെ ചാരത്ത് വന്ന് നിന്ന് നമ്മുടെ മക്കൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു, പടച്ചോനെ എൻ്റെ മാതാവിന് അല്ലെങ്കിൽ എൻ്റെ പിതാവിന്, ദാ മരിച്ചു കിടക്കുന്ന എൻ്റെ വാപ്പാക്ക്, എൻ്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് കരളുരുകി അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മക്കളെ ഭൗതികമായ പഠനത്തിൻ്റെ ഉന്നമനങ്ങളിലേക്ക്, ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്താൻ സമ്പത്തും ആരോഗ്യവും സമയവുമൊക്കെ ചിലവഴിച്ച് കൂടിയിരുന്ന ആലോചനകൾ നടത്തി വീട്ടിൽ നല്ല ചർച്ചകൾ ചെയ്ത് മക്കൾക്ക് ഏറ്റവും അനിവാര്യമായ പഠനം, മക്കളോടും അഭിപ്രായങ്ങൾ ചോദിച്ച് നമ്മുടെ മക്കൾക്ക് ഭൗതികമായ പഠനത്തെക്കുറിച്ചുള്ള ദിശാബോധം നമ്മൾ നൽകാറുണ്ട്. വേണ്ട എന്നല്ല, ഇസ്ലാം അത് കൊടുക്കുന്നതിൽ യാതൊരു തകരാറും പറഞ്ഞിട്ടില്ല. ഹറാമായ സമ്പാദ്യങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയല്ലാതെ ഹലാലായ മാർഗത്തിൽ സമ്പാദ്യമുണ്ടാക്കാൻ ഭൗതികമായ ഒരു സ്ഥാനം നേടിയെടുത്ത് പഠിക്കുന്നതിൽ ഇസ്ലാം യാതൊരു തടസ്സവും നിൽക്കുന്നില്ല. പക്ഷേ മതപരമായ അറിവ്, അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ചില ആളുകൾ ചോദിക്കുന്നതരോ, എൻ്റെ കുട്ടീനെ ഞാൻ ദീന് പഠിപ്പിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? ഓൻ അറബി കോളേജിലേക്ക് പറഞ്ഞയച്ചിട്ട് ഇപ്പം എന്താ കാര്യം എന്നാ? അറബി കോളേജിലേക്ക് പറഞ്ഞയച്ചാൽ സഹോദരങ്ങളെ, നിങ്ങളൊരു ഒരൊറ്റ ഉപമ തിരിച്ചറിഞ്ഞാൽ മതി. നമുക്ക് 2 മക്കളുണ്ട് എന്ന് ഉപമിക്ക്. 2 മക്കളുണ്ട്. വാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ 2 മക്കളിൽ ഒരു മകൻ ഡോക്ടറാണ്, ഒരു മകന് വെറും വണ്ടിക്കൂലി കൊടുത്തേച്ചിട്ടാണ് നമ്മൾ ഓനെ കോളേജിലേക്ക് പറഞ്ഞയച്ചത്, അറബി കോളേജിലേക്ക്. വാപ്പ മരിച്ചാൽ ആളുകൾ പ്രതീക്ഷിക്കാരെ മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ കാര്യത്തിൽ പരിചരണങ്ങൾ നൽകാനും ആ വാപ്പാക്ക് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ നാട്ടിൽ പള്ളിയിലെ ഖത്തീബില്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ അതിന് ഏറ്റവും പ്രധാനമായി നമ്മൾ ആരെയാണ് പ്രതീക്ഷിക്കുക? സ്വാഭാവികമാണ്, ദീന് പഠിച്ച മക്കളെയാണ് അവിടെ ആവശ്യം. ആഖിറവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ കുടുംബത്തിലുണ്ടോ? അതിലേക്ക് ആവശ്യം നമ്മൾ ചോദിക്കാരോടാ? ദീന് പഠിച്ച മക്കളോടാ. എന്താ ചെയ്യുക? അത് ദീന് മതപഠനത്തിൻ്റെ പ്രാധാന്യമാണ്. നമ്മുടെ മക്കളെ ദീന് പഠിപ്പിച്ചതിൻ്റെ പ്രാധാന്യമാണ്. നാട്ടിലെ ഏതു വലിയ കലക്ടറായാലും, ഏത് വലിയ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണെങ്കിലും ദീന് പഠിച്ച മക്കൾ ഖുതുബ പറയുമ്പോൾ ഏത് രാജാവാകട്ടെ, മുസ്ലിമാണെങ്കിൽ ഖത്തീബിൻ്റെ മുന്നിൽ വന്നിരിക്കണം. വേണ്ടേ? വേണ്ടേ സഹോദരങ്ങളെ? അത് ഭൗതികമായി നമ്മൾ ചിന്തിച്ചാൽ മതപഠനത്തിലൂടെ ഇന്ന് ദുനിയാവിൽ അവർക്ക് ലഭിക്കുന്ന സ്ഥാനം തന്നെയാണ്, യാതൊരു സംശയമല്ല. അതുകൊണ്ട് മതപഠനം എന്നുള്ളത് നിസ്സാരമായി നമ്മൾ തള്ളിക്കളയേണ്ട ഒന്നല്ല. അതുകൊണ്ട് ആഖിറത്തിൽ നമുക്ക് കിട്ടുന്ന നേട്ടവും വലുതാണ്. മക്കൾ ദുആ ചെയ്യുന്ന മക്കൾ അർത്ഥവും ആശയവും മനസ്സിലാക്കി വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു സന്താനത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. ആ മാർഗത്തിലേക്ക് നമ്മളെ മക്കളെ വഴിതിരിച്ചു വിടണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. നിങ്ങൾ നോക്കൂ, പ്രാർത്ഥിക്കുന്ന നല്ല സന്താനങ്ങളെ വാർത്തെടുക്കുന്നതിൻ്റെ നേട്ടം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസ്, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നർ റജുൽ, തീർച്ചയായും ഇന്നർ റജുല, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, അയാളതാ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ലതുർഫഉ ദറജതഹു, അല്ലാഹുവിൻ്റെ കോടതിയിൽ ഫിൽ ജന്ന, സ്വർഗത്തിൽ അയാളുടെ പദവി ഇങ്ങനെ ഉയർത്തിക്കൊടുക്കും. ഒരു വ്യക്തിക്ക് നാളെ ഖിയാമത്ത് നാളിൽ ഒരു വ്യക്തിക്ക് അയാളുടെ പദവി ഇങ്ങനെ ഉയർത്തിക്കൊടുക്കുന്നതാണ്. ആ സമയത്ത് ചോദിക്കുന്നു, ഫയഖൂലു അന്ന ഹാദാ, തീർച്ചയായും എന്താണ് നിങ്ങൾ ഈ പ്രതിഫലം എനിക്ക് കിട്ടാനുള്ള കാരണം എന്താണ്? എൻ്റെ ദറജ ഇങ്ങനെ ഉയരാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് അല്ലാഹു പരലോകത്ത് ദറജ ഇങ്ങനെ ഉയർത്തിക്കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തി അള്ളാഹിനോട് ചോദിക്കും, റബ്ബേ, എന്തേ റബ്ബേ നീ എൻ്റെ ദറജ ഇങ്ങനെ ഉയർത്താൻ മാത്രം ഞാൻ എന്ത് പുണ്യമാണ് നേടിയെടുത്തത് എന്ന്. ആ സമയത്ത് അള്ളാഹു പറയുന്ന വാചകം കാണാം, ഫയഖൂലു, ആ മനുഷ്യനോട് റബ്ബ് പറയുമത്രേ, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ സന്താനം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്, നിന്റെ മക്കളുടെ പ്രാർത്ഥന നിന്റെ ഖബറിലേക്ക് കിട്ടിയതിൻ്റെ നേട്ടമാണ്, അതിൻ്റെ ദറജയാണ് നിനക്ക് ഉയർത്തപ്പെട്ടത്.
സ്വർഗത്തിൽ അയാളുടെ പദവി ഉയരാൻ കാരണം സ്വാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന. റസൂലുള്ള പറഞ്ഞല്ലോ, വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, സ്വാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ സ്വാലിഹ് എന്ന പദപ്രയോഗമുണ്ട്. സ്വാലിഹായ സന്താനം, നല്ല ഹലാലായ ഭക്ഷണം കഴിച്ച് ഹലാലായ ജീവിതം നയിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കുന്ന നല്ലൊരു സന്താനം നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ അതിന് കിട്ടുന്ന സ്ഥാനത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ബിസ്തിഗ്ഫാരി വലദിക ലക്, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഖബറിലേക്ക് മക്കളുടെ പ്രാർത്ഥന കിട്ടും. നാളെ സ്വർഗത്തിൽ ഈ പ്രാർത്ഥന കാരണം അവരുടെ ദറജ ഉയർത്തപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. സഹോദരങ്ങളെ, സുനനു ഇബ്നു മാജയിലെ 3660 നമ്പർ ഹദീസാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് അൽബാനി ഹസനുൻ സ്വഹീഹുൻ എന്ന് രേഖപ്പെടുത്തിയത് കാണാം. വളരെ വ്യക്തമായി ചരിത്രത്തിൽ ഹദീസുകൾ പരതുന്നിടത്ത് പഠിക്കുന്നിടത്ത് നമുക്ക് കാണാം, നാളെ സ്വർഗത്തിൽ ദറജ ഉയർത്തപ്പെടുന്നവർ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ. സഹോദരങ്ങളെ, ഇനി രണ്ടാമത്തൊരു വിഷയമാണ് മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, മക്കളുടെ ഇബാദത്ത് കൊണ്ട് മാതാപിതാക്കളുടെ ഖബറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യം നൽകും. മക്കൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, മക്കൾ ഒരു ഇബാദത്ത് ചെയ്താൽ ആ ഇബാദത്തിൻ്റെ ഓഹരി ആർക്ക് കിട്ടും? മാതാപിതാക്കളുടെ ഖബറിലേക്ക് കിട്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകളിൽ കാണാം. റസൂലുള്ള പഠിപ്പിക്കുന്ന ഹദീസുകളിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസുകൾ. സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനമാണ്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്ന വാചകം നമുക്കിങ്ങനെ കാണാം. ഒരു സന്താനം ഒരു പുണ്യം ചെയ്താൽ ആ സൽക്കർമ്മങ്ങൾ ആ സന്താനത്തിൽ നിന്റെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയാതെ ആ സന്താനത്തിന് ഈ പുണ്യകർമ്മത്തിലേക്ക് വഴി കാണിച്ചു കൊടുത്ത മാതാപിതാക്കളുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്ന അത്യബ മാ അകല റജുലു മിൻ കസബിഹി, അതായത് ഒരു സന്താനം ഒരു വ്യക്തി അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഏറ്റവും നല്ലത് അയാളുടെ അധ്വാനത്തിൽ നിന്ന് അയാൾക്ക് കിട്ടിയ സമ്പത്ത് കൊണ്ട് അയാൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അയാളുടെ അധ്വാനത്തിൽ നിന്ന് അയാൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഇന്ന വലദഹു മിൻ കസ്ബിഹി, ഇന്ന വലദഹു, തീർച്ചയായും അയാളുടെ സന്താനം മിൻ കസ്ബിഹി, അയാളുടെ അധ്വാനത്തിൽ നിന്നുള്ളതാണ്. ഒരു സന്താനത്തെ വളർത്തിയെടുക്കാൻ ഒരു പിതാവും ഒരു മാതാവും അധ്വാനിക്കുന്ന അധ്വാനം ചില്ലറയല്ല. പോറ്റി വളർത്തുന്നതിൽ സഹോദരങ്ങൾ അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയതാണ് അവൻ്റെ സന്താനത്തെ. ആ സന്താനം അവൻ്റെ അധ്വാനമാണ്. അതുകൊണ്ട് തന്നെ ആ മക്കൾ ചെയ്യുന്ന കർമ്മങ്ങൾ സഹോദരങ്ങളെ, അത് ഈ വ്യക്തിയുടെ വാപ്പാൻ്റെ ഖബറിലേക്ക്, ഉമ്മാൻ്റെ ഖബറിലേക്ക്, പരലോകത്തേക്ക് അത് ഉപകരിക്കുമെന്നാണ്. നല്ല ഇബാദത്ത് ചെയ്യുന്ന, നല്ല അമലുകൾ ചെയ്തുണ്ടാക്കി കൊണ്ടുവരുന്ന നല്ല സന്താനങ്ങളെ വാർത്തെടുക്കുന്നിടത്ത് സഹോദരങ്ങളെ, വാപ്പാക്കും ഉമ്മാക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ വല്ലാത്ത ദറജകൾ അയാൾക്ക് കിട്ടുമെന്നാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ബുറൈദ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ ഖറഅൽ ഖുർആൻ, ആരെങ്കിലും പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്തു, വതഅല്ലമ വഅമല ബിഹി, അവൻ്റെ ഖുർആൻ ഓതുക മാത്രമല്ല അതനുസരിച്ച് കൊണ്ടവൻ പ്രവർത്തിക്കുകയും അതവൻ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു, അൽബിസൂഹു വാലിദാഹു യൗമൽ ഖിയാമത്തി താജം മിൻ നൂരിൻ. റസൂലുള്ള പഠിപ്പിക്കുകയാണ്, അൽബിസു വാലിദാ, അവൻ്റെ മാതാവിൻ്റെ, പിതാവിൻ്റെയും മാതാവിൻ്റെയും ആ രണ്ടാളുകൾക്കും നാളെ പരലോകത്ത് യൗമൽ ഖിയാമത്തി താജം മിൻ നൂരിഹിം, താജൻ മിൻ നൂർ, പ്രകാശത്തിൻ്റെ
കിരീടം അവരുടെ തലയിൽ അല്ലാഹു വെച്ചു കൊടുക്കും. ഉമ്മാന്റെയും വാപ്പാന്റെയും തലയിലേക്ക് കിരീടം വെച്ചു കൊടുക്കുമെന്നാണ്. നിന്റെ കിരീടം നൂറുൻ, പ്രകാശത്തിന്റെ കിരീടം, ലൗഉഹു മിസ്ലു ലൗഇ ശംസ്, സൂര്യപ്രകാശത്തിന് സമാനമായി നിൽക്കുന്ന ഏറ്റവും നല്ല രാജാക്കന്മാർക്ക് വെക്കുന്ന കിരീടം അവൻ്റെ തലയിൽ അണിയിച്ചു കൊടുക്കും. ആ സമയത്ത് ചോദിക്കുമെന്നാണ്, എന്തിനാണ് എൻ്റെ കിരീടം, ഈ കിരീടം ധരിക്കാൻ എനിക്ക് ലഭിക്കാനുള്ള കാരണം ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, റബ്ബിൻ്റെ കോടതിയിൽ നിന്നവനോട് പറയപ്പെടും, അതേ നീ നിന്റെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചതാണ് കാരണമെന്ന് പറയപ്പെടും. നിന്റെ മക്കൾക്ക് നീ ദീന് പഠിപ്പിച്ചില്ലേ, ആ ദീന് പഠിപ്പിച്ചതാണ് ഈ കിരീടം നിനക്ക് ലഭിക്കാനുള്ള കാരണം. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുക. മക്കൾ ദീന് പഠിച്ചതിൻ്റെ പേരിൽ, മക്കളെ ദീന് പഠിപ്പിച്ചതിൻ്റെ പേരിൽ മാതാപിതാക്കൾക്ക് ദറജ കിട്ടുക ചെറിയ വിഷയമല്ല സഹോദരങ്ങളെ. റബ്ബിൻ്റെ അടുക്കൽ അത്ര പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന അത്ര പ്രതിഫലം. ദീന് പഠിക്കട്ടെ എന്ന് മക്കൾ ചോദിച്ചാൽ പോലും ഇന്ന് ചെറിയ മാതാപിതാക്കൾ പറയച്ചപ്പോൾ അങ്ങനെ മൂല്യരായി നടക്കണ്ട. അത്ര നിസ്സാരമാണ് നമുക്ക് ദീന് മതം പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. എത്ര ഗൗരവമാണ്. നിങ്ങൾ ആലോചിച്ചു, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഒരു ബാങ്ക് വിളിക്കുന്ന വ്യക്തിക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനം എന്താണ്? ഇസ്ലാം നൽകുന്ന സ്ഥാനം എന്താണ്? കഴുത്ത് ഉയർന്നവനായി തല ഉയർന്നു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഉയർന്നു നിൽക്കുന്നവർ ബാങ്ക് വിളിക്കുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ബാങ്ക് വിളിക്കുന്ന വ്യക്തിക്ക് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനത്തെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങി. വഹി എന്താ? മുഖരിനെ നിശ്ചയിക്കണം. റസൂലേ, മക്കയിലെ മദീനത്തെ പള്ളിയിൽ ഒരു മുഖരിനെ നിശ്ചയിക്കണം, ബാങ്ക് വിളിക്കാൻ ഒരാളെ നിശ്ചയിക്കണം. കഅബാലയത്തിന്റെ മുകളിൽ കയറി ആടിയുലഞ്ഞ് ബാങ്ക് വിളിക്കുന്ന ബിലാലിനെ നിശ്ചയിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയതാണ് മുഖരിനെ നിശ്ചയിക്കണമെന്ന്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ മുഴുവനും വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു വഹി നൽകിയിട്ടുണ്ട്, പള്ളിയിൽ ബാങ്ക് വിളിച്ചു പറയുന്ന ഒരാള് മുഖരി ആണ്. ആ പേരാണെന്ന് മുഖരി എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കണേ. മുഖരി എന്നാണ് ആ പദം. ഖറഅ യഖറഉ, വിളിച്ചു പറയുന്നവൻ, വിളിക്കുന്നവൻ എന്ന ആ ഒരു അർത്ഥത്തിൽ, ബാങ്ക് വിളിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ മുഖരി എന്ന വ്യക്തിയെ സ്ഥാപിക്കാൻ, നിശ്ചയിക്കാൻ വേണ്ടി വഹി ഇറങ്ങാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം പറഞ്ഞ എല്ലാ സഹാബികളും വിളിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ തിരക്കി മുന്നിക്ക് ഇങ്ങനെ വരിക. എന്തിനാണ്? റസൂലിൻ്റെ പേര് വിളിക്കുവോ എന്നറിയാൻ വേണ്ടി. എല്ലാവരും മാറ്റിയിട്ട് തള്ളവരലിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എല്ലാവരുടെ മനസ്സിലുണ്ട്, എന്നെ റസൂല് പരിഗണിക്കും, എന്നെ റസൂല് പരിഗണിക്കുമായിരിക്കും. എല്ലാവരും കരുതാൻ. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ബിലാൽ, ബിലാലെ അൻത മുഖരിഉൻ, നീയാണ് മുഖരി ബിലാലെ. നോക്കൂ നിങ്ങൾ, സഹാബികളുടെ കൂട്ടത്തിലെ കറുത്ത മുത്ത് ബിലാലിനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖരി ആയി നിശ്ചയിക്കുമ്പോൾ പള്ളിയിലേക്ക് സഹാബികളുടെ ചുമലിൽ കയറി ആ മുകൾ ഭാഗത്തേക്ക് വലിഞ്ഞു കയറുന്ന ബിലാൽ ഇബ്നു റബാഹ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ സന്തോഷത്തിന്റെ കണ്ണുനീരൊലിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിന്ന് ഉറക്കെ ബാങ്ക് വിളിക്കുന്ന ഒന്നാമത്തെ ദിവസം ചരിത്രം നമുക്ക് കാണാം. എത്ര സന്തോഷമായിരുന്നു ബിലാലിന്, എത്ര ആനന്ദമായിരുന്നു ബിലാലിന്. സ്വഹാബികളുടെയൊക്കെ മനസ്സിൽ എന്നെ റസൂല് വിളിക്കട്ടെ എന്ന്. പക്ഷേ ഇന്ന് നമ്മുടെ നാടുകളിൽ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സ്ഥാനം എന്താ സഹോദരങ്ങളെ? സ്ഥാനം എന്താ? പള്ളിയിലെ മുക്രിയാന്നാ പറയാ. അത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇല്ല, അള്ളാഹിന്റെ അടുക്കൽ സ്ഥാനമുയർത്തപ്പെടുന്നവരാണവർ. യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്ഥാനമുയർത്തപ്പെടുന്നവരാണവർ. അതുകൊണ്ട് അതിനങ്ങനെ കൊച്ചാക്കിയിട്ട് നമ്മൾ തള്ളാൻ പാടില്ല. മതപഠനത്തിനെയും ദീന് പഠിക്കുന്നതിനെയും മതപരമായി ഉയർന്നു നിൽക്കുന്നതിനെയും ഒക്കെ നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹു സ്ഥാനം നൽകുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമ്മുടെ സന്താനങ്ങളെ വാർത്തെടുക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, മറ്റൊരു പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ശത്രുവാണ്. ഇഹലോകത്തും പരലോകത്തും ശത്രുവായി വരും. ഒരു മാതാവിനും ഒരു പിതാവിനും സന്താനങ്ങളെ നന്മയുടെ വഴിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ സന്താനങ്ങൾ,
അദുവുല്ലക്കും, നിങ്ങൾക്ക് ശത്രുവായിരിക്കും. അതുകൊണ്ട് ഫഹ്ദറൂഹും, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ, നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണേ എന്ന് പരിശുദ്ധ ഖുർആൻ 64-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവുല്ലക്കും. ഭാര്യ ശത്രുവായി മാറും, മക്കൾ ശത്രുവായി മാറും. റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഉപ്പയുടെ നെഞ്ചത്തേക്ക് വിരല് ചൂണ്ടി ഉപ്പാക്കെതിരെ സംസാരിക്കുന്ന മകനുണ്ടാകും നാളെ റബ്ബിന്റെ കോടതിയിൽ. ഉമ്മാക്കെതിരെ സംസാരിക്കുന്ന മകനുണ്ടാകും, ഭർത്താവിനെതിരെ സംസാരിക്കുന്ന ഭാര്യയുണ്ടാകും, ഭാര്യക്കെതിരെ സംസാരിക്കുന്ന ഭർത്താവ് ഉണ്ടാകും. ഈ ദുനിയാവിലും ശത്രുക്കളായി മാറും. സഹോദരങ്ങളെ, മതപഠനം ദീനിലേക്ക് ദീനിയായി മക്കളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ലഭിക്കുന്നതാണ്. മക്കളെ തോന്നിവാസത്തിൻ്റെ വഴിയിലേക്ക് വഴി നടത്തുന്ന ആളുകളുണ്ട്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പഠിപ്പിക്കുന്ന വാചകം, സ്വാലിഹുൽ ഫൗസാൻ അദ്ദേഹം വിശദീകരിക്കുന്ന വാചകം കാണാം. ഒരു മാതാവ്, ഒരു പിതാവ് നന്മയുടെ വഴിയിലേക്ക് മക്കളെ വഴി നടത്താതെ തോന്നിവാസത്തിൻ്റെയും വൃത്തികേടിൻ്റെയും വഴിയാണ് മക്കൾ നയിക്കുന്നതെങ്കിൽ അത് കണ്ടിട്ടും മൗനം പാലിക്കുന്ന ഒരു മാതാവും പിതാവുമാണ് മക്കൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന മാതാപിതാക്കളാണെങ്കിൽ, സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വാക്ക്, ഖബറിലേക്ക് മക്കൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഒരു ഓഹരി മാതാപിതാക്കളുടെ ഖബറിലേക്ക് ലഭിക്കുന്നതാണ്. മക്കളിലൊരു തെറ്റ് കണ്ടിട്ട് മൗനം പാലിക്കുന്ന രക്ഷിതാക്കൾ തിരിച്ചറിയണം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും അനിസ്ലാമികമായ വേഷം ധരിച്ച്, നെരിയാണിക്ക് താഴെയുള്ള വേഷം ധരിക്കുന്ന മക്കളെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന വാപ്പുണ്ടെങ്കിൽ, സിനിമയും സീരിയലും സംഗീതവും ആസ്വദിച്ച് തൻ്റെ കയ്യിലെ മൊബൈലിൽ എല്ലാ വൃത്തികേടുകളും ആസ്വദിച്ച് ജീവിക്കുന്ന മക്കൾ, ആ മക്കളെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അടിവരട്ട് മനസ്സിലാക്കിക്കൊള്ളി. ചെറിയ കുട്ടിയായിരിക്കെ തന്നെ കയ്യിലേക്ക് മൊബൈലും കൊടുത്ത് എല്ലാ വൃത്തികേടുകൾ കാണാനും സ്വാതന്ത്ര്യം നൽകി. ഇന്നത്തെ ചില ഉമ്മാരുണ്ട് വീട്ടിൽ, ചില ഉമ്മാര് ഫോൺ കൊടുത്തിട്ട് മക്കള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഫോൺ ഉപയോഗിക്കുക. ഉമ്മാക്കൊന്ന് ഫ്രീ ആകാൻ വേണ്ടി മക്കളെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. എന്നിട്ട് മക്കൾ കാണുന്ന കാർട്ടൂണുകൾ, മക്കൾ ആസ്വദിക്കുന്ന മ്യൂസിക്കുകൾ, മക്കൾ കാണുന്ന ഷോർട്സുകൾ, റീൽസുകൾ, ഒന്നും മിണ്ടൂല, ഒന്നും പറയില്ല, തോന്നിയമാതിരി വളർന്നോട്ടെ എന്നുള്ളതാണെങ്കിൽ, സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലും അതിൻ്റെ വിഹിതം ഉമ്മാന്റെ ഖബറിലേക്ക് ലഭിക്കുമെന്നാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞത്. ആ തിന്മയുടെ ഓഹരി കിട്ടുമെന്നാണ്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ശത്രുക്കളായി മാറും. മതപരമായി മക്കൾക്ക് ദിശാബോധം നൽകി, പഠനത്തിലേക്കുള്ള വഴി നൽകി, അറബിക് കോളേജുകളും മദ്രസ വിദ്യാഭ്യാസങ്ങൾക്കും സ്ഥാനം നൽകി. ഇന്നിപ്പോൾ മദ്രസ വിദ്യാഭ്യാസത്രേ, ഭൗതിക വിദ്യാഭ്യാസത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യത്തെയും മതപരമായ വിജ്ഞാനത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യത്രേ. കുട്ടിക്ക് ഡോക്ടറാകാനും എഞ്ചിനീയറാകാനും ചെറുപ്പത്തിൽ തന്നെ പ്രാക്ടീസുകൾ നൽകി അവൻ്റെ തലയിലേക്ക് ഭൗതികമായ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും കുത്തി നിറച്ചിട്ടാണ് മക്കളെ വളർത്തിയെടുക്കുന്നത്. ഇംഗ്ലീഷ് പഠിക്കണം വേണ്ടെന്നല്ല, ഭൗതികമായി പഠിക്കണം വേണ്ടെന്നല്ല, കൂട്ടത്തിൽ മതവും കൊടുക്കാൻ കഴിയുമോ, ആദർശബോധത്തെയും പകർന്നു കൊടുക്കാൻ കഴിയുമോ, അവിടെയാണ് ഏറ്റവും പ്രധാനം. കാരണം മക്കളിങ്ങനെ ദുനിയാവിനെ സംബന്ധിച്ച് അറിഞ്ഞും പഠിച്ചും ഇങ്ങനെ വളർന്നു വരിക. ദീനിനെക്കുറിച്ച് ചോദിച്ചാൽ ഒരു അറിവില്ല, ഒരു വിജ്ഞാനമല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ സഹോദരങ്ങളെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവരുതെന്നാണ്. മദ്രസാ പഠനങ്ങൾ ഇന്ന് ചുരുങ്ങി വരിക. ആഴ്ചയിൽ 1 ദിവസം, ആഴ്ചയിൽ 2 ദിവസം, ഇതൊക്കെ മതി എന്നുള്ളതാണ് നമ്മളെ കാഴ്ചപ്പാട്. ഇതൊക്കെ മതി എന്നുള്ളതാണ്. പോരാ, ഭൗതികമായ വിജ്ഞാനത്തെക്കാൾ നമ്മുടെ മക്കൾക്ക് മതപരമായ വിജ്ഞാനം അവരുടെ ഭൗതിക വിജ്ഞാനത്തിൻ്റെ കൂടെ കൊടുക്കാൻ കഴിയണം, അതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാൻ കഴിയണം. പക്ഷേ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പഠിപ്പിച്ചത് ഇന്നഹാ ഉലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീലാ. 76-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻസാനിലെ 27-ാമത്തെ വചനം. ഇന്നഹാ ഉലാഇ യുഹിബ്ബൂനൽ ആജില, ക്ഷണികമായ ജീവിതത്തെയാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. വയദറൂന വറാഅഹും യൗമൻ സഖീലാ, അവൻ്റെ പിന്നിൽ വരാനിരിക്കുന്ന ഭാരമേറിയ ദിവസത്തെ മനുഷ്യൻ മറന്നു കളഞ്ഞു. ആഖിറത്തിലേക്ക് വേണ്ടി കൊടുക്കേണ്ട ഒരു സംഭവത്തിന് കൊടുക്കാതെ വിട്ടു.
ദുനിയാവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ധാരാളം വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു അല്ലേ. ഒന്നും ഇങ്ങോട്ട് സൊഫയിലേക്ക് കയറുന്ന ബാക്കിൽ ആളുകൾ നിൽക്കുന്നുണ്ട്. ഒന്ന് സൊഫയിലേക്ക് അടുപ്പിച്ചിരുന്നാൽ ആ പിന്നിലെ ഇരിക്കുന്ന ആളുകൾ ഉള്ളിലേക്ക് കയറിക്കോളും. പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തിയ, നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഏറ്റവും ഗൗരവമേറിയ വിഷയം. അതുകൊണ്ട് സഹോദരങ്ങളെ, സൂക്ഷിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, ശ്രദ്ധിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിച്ചത്. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. ഏറ്റവും ഉത്തമം ഈ ദുനിയാവിനേക്കാൾ ആഖിറമാണ് ഉത്തമം. ആഖിറമാണ് ഉത്തമം. അതാണ് ബാക്കിയാകുന്നത്, അതാണ് നിലനിൽക്കുന്നത്. ആ നിലനിൽക്കുന്ന ബാക്കിയാകുന്ന ആഖിറത്തിലേക്ക് വേണ്ടിയുള്ള വിജ്ഞാനം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. ഭൗതികമായ വിജ്ഞാനങ്ങൾ കൊടുക്കുന്നതിൻ്റെ കൂടെ, ഭൗതികമായ അറിവുകൾ മക്കൾക്ക് കൊടുക്കണ്ട എന്നല്ല പറഞ്ഞത്, അത് കൊടുക്കണം. അതിൻ്റെ കൂടെ പ്രാധാന്യം നൽകി നമ്മൾ നൽകേണ്ട ഒരു വിജ്ഞാനമാണ് മതപരമായ അറിവ്. അതില്ലാത്തതിൻ്റെ ഫലം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അള്ളാഹു മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. മതപരമായ അറിവിലേക്ക് നമ്മൾ ഉയരുന്നതോടൊപ്പം നമ്മുടെ മക്കളെയും നമ്മൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത് ചെയ്താൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് കിട്ടുന്ന സ്ഥാനത്തെക്കുറിച്ചാണ്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക ലോകത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വാക്കുകൾ, മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, വഖദ് കാന സലഫ്, സലഫുകളായ ആളുകൾ, മുൻഗാമികളായ സഹാബികൾ, താബിയങ്ങൾ, തബഉ താബിയങ്ങൾ, ഇവരുടെയൊക്കെ പ്രത്യേകത, അവർക്കൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ചെറിയ സന്താനം അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ ആ സന്താനങ്ങൾക്ക് അവർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമായിരുന്നു അവരെ ഹദീസുകൾ കേൾപ്പിക്കുമായിരുന്നു എന്നാണ്. ഹദീസുകൾ ഇങ്ങനെ പഠിപ്പിക്കുക, മക്കൾക്ക് ഹദീസ് പഠിപ്പിച്ച് ഹദീസ് കേൾപ്പിക്കുക. ഇന്ന് നമ്മുടെ നാടുകളിലുള്ള ഹദീസുകളോട് ഏറ്റവും പുച്ഛ മനോഭാവത്തോടെ പിന്നെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. വളരെ മോശമായ സമീപനം ഹദീസുകളോട് വെച്ച് പുലർത്തുന്ന ആളുകൾ. മുൻഗാമികളായ ആളുകൾ, സലഫുകളായ ആളുകൾ, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച സഹാബികളും താബീങ്ങളും തബഉ താബീങ്ങളും ഒക്കെ അവർ ചെയ്തിരുന്ന പണി പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന വാചകങ്ങളാണ്. അവർ ഹദീസുകളെ പഠിപ്പിക്കുമായിരുന്നു മക്കളെന്നാണ്. ഹദീസുകളെ പഠിപ്പിക്കുക. നോക്കൂ നിങ്ങൾ, അതിനോടൊരു ഹുബ്ബ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, മതപരമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടി മക്കളെ ആ ഒരു വഴിയിലേക്ക് അവർ തിരിച്ചുവിടുന്ന. നമ്മുടെ നാട്ടിൽ ഖുർആൻ ഹദീസുകൾ പഠിക്കാനുള്ള സംരംഭങ്ങളുണ്ട്. പ്രായമായ ആളുകൾക്ക് പോലും ദീന് പഠിക്കാനുള്ള സംവിധാനങ്ങൾ, QHLS, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ നമ്മുടെ നാട്ടിലില്ലേ. എല്ലാ വെള്ളിയാഴ്ചകളിലും നടക്കുന്ന ഖുർആൻ ഹദീസ് പഠന ക്ലാസ്സുകളിൽ എത്ര ആളുകൾ, സഹോദരങ്ങളെ, നമ്മുടെ മഹല്ലത്തിൽ എത്ര ആളുകൾ പങ്കെടുക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കി. വളരെ ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട സംഭവം. എത്ര ആളുകൾ ആത്മാർത്ഥമായി യാതൊരു തടസ്സമില്ലാതെ, എന്തോ മക്കൾ നന്നാവണമെങ്കിൽ മാതാപിതാക്കൾ ഇത്തരം സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് മക്കൾ കാണണം. മക്കളെ കൈപിടിച്ച് കൊണ്ടുവന്ന് ഖുർആൻ QHLSന്റെ ക്ലാസ്സിൽ, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിൽ കൊടുന്നിരുത്തണം. അവിടുന്ന് മക്കൾ ഹദീസ് കേൾക്കട്ടെ, മക്കൾ ഖുർആൻ കേൾക്കട്ടെ, മതം പഠിക്കട്ടെ, ദീന് പഠിക്കട്ടെ. നമ്മുടെ വീട്ടിൽ +2 പഠിക്കുന്ന കുട്ടിയില്ലേ, +1 പഠിക്കുന്ന കുട്ടിയില്ലേ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയില്ലേ, ആഴ്ചയിലെ ഒരു ദിവസം കിട്ടുന്ന, ഒരു മണിക്കൂർ കിട്ടുന്ന ക്ലാസ്സിലെങ്കിലും ആ കുട്ടികളെ കൊണ്ടുവന്ന് ഇരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, സഹോദരങ്ങൾ, നമ്മുടെ മക്കളെ നമുക്ക് പിടിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമല്ല. പിന്നെ പ്രതിസന്ധികളാണ്. കുട്ടി വഴിതെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. കൊടുക്കേണ്ട സമയത്ത് കൃത്യമായി മതപരമായ അറിവുകൾ അവർക്ക് കൈമാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്.
അതുകൊണ്ട് സലഫുകളായ ആളുകളുടെ പ്രത്യേകത ഒന്ന്, അവർ ഹദീസിനെ കേൾപ്പിക്കുമായിരുന്നു എന്നാണ്. ഹദീസുകൾ കുട്ടികൾ ഇങ്ങനെ കേൾക്കും. രണ്ടാമത്തത്, അവർ ഖുർആനിനെ ഹിഫ്ളാക്കും. ഹാഫിളീങ്ങളായ മക്കളെ വാർത്തെടുക്കും. നിയ്യത്താക്കുക. നമ്മളെ കുട്ടികളെ, ചെറിയ മക്കൾക്ക് വേണ്ടി നമ്മൾ നിയ്യത്താക്കുക. എൻ്റെ കുട്ടിനെ ഹാഫിളാക്കുന്നൊരു തീരുമാനം എടുക്കുക. കുട്ടി 30 ജുസും പഠിച്ച് മനസ്സിലാക്കി വളരുന്ന ഒരു കുട്ടിയായ എൻ്റെ കുട്ടിമാർ, ആൺകുട്ടിയും പെൺകുട്ടിയും പഠിക്കട്ടെ, ഖുർആൻ പഠിക്കട്ടെ, ഹാഫിളീങ്ങളായി വളരട്ടെ. സഹോദരങ്ങൾ, അങ്ങനെ വളരുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ്? ഉമ്മാക്ക് നാളെ റബ്ബിൻ്റെ കോടതിയിൽ കിരീടം ലഭിക്കുന്നു, വാപ്പാക്ക് നാളെ റബ്ബിൻ്റെ കോടതിയിൽ കിരീടം ലഭിക്കുന്നു. അങ്ങനൊരു വഴി നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്ത്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആ ഒരു വഴിയുണ്ട് കാണിച്ചു കൊടുത്തിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു നോക്കി. എൻ്റെ മധുരം വേറെയാണ്, അതിൻ്റെ ഒരു ആനന്ദം വേറെയാണ്. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്നത് കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് കഴിയും. നമ്മൾ വഴിയൊന്നും കാണിക്കൂല. മക്കൾ തോന്നിയ പോലെ ജീവിക്കാനുണ്ട് പറഞ്ഞേക്കും. എന്നിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ ഫലം? നമ്മുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് മക്കളെ മതപരമായ അറിവുകളിലേക്ക് കൈപിടിച്ചുയർത്തണം. അതുകൊണ്ട് മദ്രസ പഠനത്തെക്കുറിച്ചും നമ്മുടെ അറബി കോളേജുകളിലേക്ക് മക്കളെ വിടുന്നതിനെക്കുറിച്ചും അതിനെ സംബന്ധിച്ചുള്ള ആലോചനകളും നമ്മുടെ വീട്ടിൽ അനിവാര്യമാണ്. ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഭവം കൂടിയാണ് ദീന് പഠിക്കുന്ന മക്കളെ വാർത്തെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വ അഹ്ലീകും നാറാ. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സന്താനങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും ഒക്കെ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണമെന്ന പരിശുദ്ധ ഖുർആനിൻ്റെ വാക്ക് നമ്മൾ ഖൽബിലേക്ക് ഏറ്റുക, ഖൽബിൽ സ്വീകരിക്കുക. സ്വന്തം ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതോടൊപ്പം സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ അവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു തീരുമാനം നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ പ്രവർത്തനത്തിലും അത് പ്രകടമാകണം. മനസ്സിലായോ? മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മാതാപിതാക്കളും ഉണ്ടാവില്ല. എല്ലാ മാതാപിതാക്കളെയും ആഗ്രഹം എന്താ? മക്കൾ നന്നാവണം തന്നെ. ഇവിടുത്തെ ഹൈന്ദവരായ ആളുകൾ, ക്രൈസ്തവരായ ആളുകൾ, അവരും മക്കൾ നന്നാവണം എന്ന നിലക്ക് മക്കൾക്ക് പിന്നെ തർബിയത്ത് കൊടുക്കുന്ന, നല്ല വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളുണ്ട്. ഹൈന്ദവരുടെ കൂട്ടത്തിലില്ലേ, ക്രൈസ്തവരുടെ കൂട്ടത്തിലില്ലേ? നല്ല നല്ല വഴി അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടേതായ വിശ്വാസപ്രകാരമുള്ള അറിവുകൾ അവർ കൈമാറി കൊടുക്കുന്നില്ല, ഉണ്ട്. പക്ഷേ ഒരു മുസ്ലിം നന്മയുടെ വഴിയിലേക്ക് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നരകമോചനാണ്. മറ്റു മതങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമാണ് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം. ഒരു മുസ്ലിം സന്താനത്തെ നന്നാക്കണം, നന്മയുടെ വഴിയിൽ കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം സ്വർഗം കിട്ടണമെന്നും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ലക്ഷ്യമാണ്. ഭൗതികമായ ലക്ഷ്യത്തിലല്ല. ദീന് പഠിക്കുന്നതും മതത്തിൻ്റെ ഒരു ചിട്ടയിൽ നമ്മുടെ മക്കളെ വളർത്തണമെന്ന് നമ്മൾ ആലോചിക്കുന്നതുമൊക്കെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ്, നരകത്തിൽ നിന്ന് മോചിക്കണം എന്ന ചിന്തയിലാണ്. അതുകൊണ്ട് ഖു അൻഫുസകും വ അഹ്ലീകും നാറാ. നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശരീരത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണമെന്ന പരിശുദ്ധ ഖുർആനിൻ്റെ വാക്ക് സഹോദരങ്ങൾ അത് നെഞ്ചിലേറ്റുക, ആ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ചയാണ് നമ്മുടെ സമ്മേളനം പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നല്ലോ, മക്കൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരം നമ്മൾ പാഴാക്കരുത്. അവിടെ നിന്ന് കിട്ടുന്ന തസ്കിയത്തുകളും തർബിയത്തുകളും നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ഉപകാരപ്രദമാണ്. രക്ഷിതാക്കൾക്കും കൂടിയുള്ള ഒരു സെക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിലേക്ക് എത്തിച്ചേരേണ്ട നമ്മുടെ മക്കൾ തീർച്ചയായും എത്തണം എന്നൊരു നിയ്യത്തിൽ നമ്മൾ അതിൻ്റെതായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന കലക്ഷൻ അതിനു വേണ്ടിയുള്ള കലക്ഷനാണ്. ആ സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉള്ള കലക്ഷനാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കാനിരിക്കുന്ന കോൺഫറൻസ് വിദ്യാർത്ഥി സമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരു പിരിവാണെന്ന് നടക്കുന്നത്. അതുകൊണ്ട് ദഅ്വ പ്രവർത്തനത്തിലേക്കുള്ള ഒരു കലക്ഷനാണെന്ന ചിന്തയിൽ നമ്മൾ നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവർത്തനങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുതും വലുതുമായി സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
പാപങ്ങൾ പുറത്ത് സ്വർഗ്ഗത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر.